ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഹൈറിച്ചുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എവിടെ വരെ എത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് പരിഗണിച്ചിരുന്നു. പ്രധാനമായും ഇപ്പം അന്വേഷണം നടക്കുന്നത് ഹൈറിച്ച് 100 കോടി വിദേശത്തേക്ക് കടത്തി എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഹൈറിച്ച് ഉടമകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത്. ഇതിനു മുമ്പുള്ള കോടതി നടപടികളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ഹൈറിച്ചിന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു കൂടുതൽ സമയം നീട്ടി ചോദിക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അവസാനമായി കോടതി ഈ ഒരു വിഷയം പരിഗണിച്ച സമയത്ത് ഹൈറിച്ചിന്റെ ലോയർ സമയം നീട്ടി ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് ഹൈറിച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. പ്രോസിക്യൂഷനാണ് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം നീട്ടി ചോദിച്ചത്. അതിന്റെ ഭാഗമായി കോടതി 5-ാം തീയതിയിലേക്ക് ഈ ഒരു കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേസ് പരിഗണിക്കുന്നത് 5-ാം തീയതി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 5-ാം തീയതി ആയിരിക്കും പ്രോസിക്യൂഷൻ ഈ ഒരു ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു 5-ാം തീയതി എന്ന് പറയുന്നത് ഹൈറിച്ച് യൂണിയനുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഹൈറിച്ചിനെതിരായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഹൈറിച്ചിന്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ നീക്കാനുള്ള സാധ്യത മുന്നിലുണ്ട്. പക്ഷേ ഇഡിക്ക് നിർണായകമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ, അതായത് ഹൈറിച്ചിനെതിരായിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് 100 കോടി വിദേശത്തേക്ക് കടത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും അക്കൗണ്ട് ഫ്രീസ് ആവുന്നത് മാറ്റാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇഡിക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള യാതൊരു അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്ര റിപ്പോർട്ടൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു. 100 കോടി വിദേശത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് നിലവിൽ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. അത് ക്രിപ്റ്റോ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അത് വിദേശത്തേക്ക് കടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അത് കേരള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതിനുള്ള സാങ്കേതിക വിദ്യയില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തിയിട്ട് വേണം ഒരുപക്ഷെ അത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി പോലുള്ള ഏതെങ്കിലും കറൻസി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പണം വിദേശത്തേക്ക് കടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൂടി പൂർത്തിയാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈറിച്ച് പഴയതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഹൈറിച്ച് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. 100 കോടി വിദേശത്തേക്ക് കടത്തി എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അന്വേഷണം പൂർത്തിയാക്കി ഹൈറിച്ച് ഉടമകൾ നിരപരാധികളാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈറിച്ച് അക്കൗണ്ടുകൾ മേലുള്ള ആ ഒരു ഫ്രീസ് നടപടിയൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഹൈറിച്ച് ലീഡർമാരൊക്കെ തന്നെ നിൽക്കുന്നത്. കാരണം ഇതുവരെ ഇഡിക്ക് അത്തരത്തിലുള്ള ഒരു തെളിവുകളും വിദേശത്തേക്ക് കടത്തിയതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടില്ല. ഇനി ക്രിപ്റ്റോ രൂപത്തിലുള്ള മറ്റേതെങ്കിലും വഴി കടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിക്കേണ്ടത്. അത്തരത്തിലുള്ള സാങ്കേതിക മികവ് കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇത്തരം വിഷയങ്ങളിൽ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഹൈറിച്ചിനൊരു ക്ലീൻ ചീറ്റ് നൽകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5-ാം തീയതി ഒരു ഫൈനൽ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്നതാണ്. അതോടുകൂടി തന്നെ ഏകദേശം ഹൈറിച്ചിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ലഭിക്കുന്നതാണ്. അതിനു മുമ്പായി ഏതെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്.